എല്ലാവർക്കും നമസ്കാരം. കേരളം മഹാമാരി കാലത്തിന്റെ രണ്ടാം തരംഗത്തെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, മനുഷ്യ മനസ്സുകൾ അരക്ഷിതമാവുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ ചിന്തകളും പുതിയ കാഴ്ചപ്പാടുകളും നമ്മളുടെ ഈ മനസ്സിന്റെ ചിന്തകളെയും ഭാരങ്ങളെയും ഒഴിവാക്കുന്ന തരത്തിലേക്ക് പുതിയ കാഴ്ചപ്പാടുകൾ പകർന്നു നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അഗ്രോ പാർക്കിന്റെ നേതൃത്വത്തിൽ ഈ ലൈവ് പ്രോഗ്രാം സംഘടിപ്പിച്ചു വരുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട വസ്തുതയുള്ളത്, ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ കാര്യം നമ്മൾ സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ്. സംരംഭങ്ങൾ ആരംഭിക്കുന്നതും വ്യവസായങ്ങൾ ആരംഭിക്കുന്നതും ഒക്കെ ആദ്യം നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തൊഴിലിടങ്ങൾ അരക്ഷിതമാകുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ അവസരങ്ങളുടെ ഒരു വാതായനം നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിന്റെ സാധ്യതകളെ ഏതൊക്കെ തരത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം, ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു അതിജീവന മാതൃക നമുക്ക് എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും, ഇവയൊക്കെയാണ് നമ്മൾ ഈ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഇതൊരു ആശയങ്ങളെ പകർന്നു നൽകുക എന്നുള്ള അതിനു വേണ്ടിയിട്ടുള്ളൊരു വേദി കൂടെ കൂടിയിട്ടാണ്. പ്രധാനമായിട്ടും ആശയങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും അത് ആശയങ്ങളെ അവർ കൂടുതൽ ചിന്തകളിലൂടെയും കൂടുതൽ ആലോചനകളിലൂടെയും അതിനെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ചെറുകിട വ്യവസായത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വ്യവസായ മേഖല എന്ന് പറയുന്നത് ചെറുകിട വ്യവസായ മേഖലയാണ്. പ്രത്യേകിച്ചും കുടുംബ സംരംഭങ്ങൾ അല്ലെങ്കിൽ ഉപജീവന സംരംഭങ്ങൾ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന വ്യവസായങ്ങളാണ്. നമുക്കറിയാം, കേരളത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, കേരളത്തിന്റെ പോപ്പുലേഷൻ, കേരളത്തിന്റെ മറ്റ് സ്ഥിതിവിശേഷങ്ങളൊക്കെ കണക്കെടുക്കുമ്പോൾ വലിയ വ്യവസായങ്ങളെക്കാൾ കൂടുതൽ പ്രസക്തമാകുന്നതും ചെറുകിട വ്യവസായ മേഖലയാണ്. കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകാൻ ശേഷിയുള്ളതും ഈ ചെറുകിട വ്യവസായ മേഖലയ്ക്കാണ്. കാരണം അത് നമുക്ക് നിരവധിയായിട്ടുള്ള സംരംഭങ്ങളുടെ സാധ്യതകൾ അതിന് നമ്മുടെ മുന്നിലുണ്ട്. കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഇവിടെ വിറ്റഴിയുന്ന ഉൽപ്പന്നങ്ങളുടെ പട്ടിക ഞാൻ എല്ലാ മീറ്റിങ്ങുകളിലും പറയാറുണ്ട്. ആ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവയുടെ 85% നിർമ്മിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിലെ കോട്ടേജ് ഇൻഡസ്ട്രികളാണ്. അപ്പൊ ആ വ്യവസായങ്ങളെ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും നമ്മുടെ സംസ്ഥാനത്ത് ആ വ്യവസായം ആരംഭിക്കുന്നതിനുള്ള പരിശീലനങ്ങളും സാങ്കേതിക വിദ്യയും അവസരങ്ങളും സബ്സിഡിയും വായ്പയും ഒക്കെ നമ്മുടെ സംരംഭകർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്താൽ ഇതൊരു വലിയ മാറ്റമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് നിർമ്മിച്ച് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം നടത്തപ്പെടുന്ന വലിയ വിപണിയുള്ള ഒരു ഉൽപ്പന്നമാണ് എയർ ഫ്രഷ്നർ കേക്കുകൾ. നമുക്കറിയാം, നമ്മുടെ ബാത്റൂമുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടലുകളിൽ, നമ്മുടെ വാഷിംഗ് ഏരിയകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എയർ ഫ്രഷ്നർ കേക്ക് വലിയൊരു വിപണിയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള 2-3 ബ്രാൻഡ് മാത്രമാണ് ഇതിന്റെ കുത്തക കൈയടക്കി വെച്ചിരിക്കുന്നത്. അത് മുഴുവൻ നിർമ്മിച്ചു വരുന്നത് ബോംബെയിൽ നിന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഒക്കെയാണ്. അപ്പൊ ഈ ഉൽപ്പന്നത്തെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നിർമ്മിച്ച് നമുക്ക് ഇവിടെ തന്നെ വിതരണം നടത്താൻ കഴിയുന്ന ചെറുകിട കമ്പനികൾക്കാണ് ഈ അവസരമുള്ളത്. അവിടെ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു സ്ഥാപനമല്ല, വലിയ സാങ്കേതിക വിദ്യകളില്ല. പക്ഷെ എന്നിട്ട് പോലും വലിയ വിപണിയുള്ള ഈ ഉൽപ്പന്നം നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ ആരും നിർമ്മിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഞാൻ വിപണി വിഹിതം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പൊതു സാമൂഹിക അന്തരീക്ഷത്തിൽ നമുക്കൊരു വീട്ടിൽ തന്നെ 2-3 ബാത്റൂമുകളുള്ള വീടുകളാണ് നമ്മൾ, അതല്ലെങ്കിൽ കുളിമുറികളുള്ള വീടുകളാണ് നമ്മളുടെ. അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടൽ ശൃംഖല നോക്കിയാൽ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കിയാൽ, നമ്മുടെ പൊതു ഇതുപോലുള്ള വാഷ്റൂമുകൾ നോക്കിയാൽ ഇവിടെ എല്ലാം ഈ ഉൽപ്പന്നം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കാരണം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നഗര കേന്ദ്രീകൃതമായിട്ടാണ് ഈ ഉൽപ്പന്നം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള വീടുകളിൽ പോലും ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ എയർ ഫ്രഷ്നർ കേക്ക് പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അവിടെയെല്ലാം ഇതിന്റെ വിപണി വിഹിതത്തിന്റെ 80% കൈയാളുന്നത് അന്യസംസ്ഥാനക്കാരാണ്. 2-3 ബ്രാൻഡുകളാണ് ഇത് മുഴുവൻ കൈയാളുന്നത്. അപ്പൊ ഇത് നമുക്ക് കേരളത്തിൽ നിർമ്മിക്കാൻ കഴിയണം, കേരളത്തിൽ തന്നെ വിപണി കണ്ടെത്താൻ കഴിയണം. ആ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ സാധ്യതകൾ നോക്കിയാൽ ഈ വലിയ വിപണി തന്നെയാണ് ഏറ്റവും വലിയ സാധ്യത. നമുക്ക് കേരളത്തിൽ മാത്രം വിറ്റഴിക്കാൻ ഏകദേശം ഒരു 10-15 കമ്പനി ഉത്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് തന്നെ അവസരമുണ്ട്. അതുപോലെ തന്നെ ഈ സാക്ഷരതയുള്ള ഒരു സമൂഹം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഉൽപ്പന്നത്തിന്റെ ഉപഭോഗം, എയർ ഫ്രഷ്നർ കേക്കിന്റെ ഉപഭോഗം ആരെയും നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. രണ്ടാമത്തേതായിട്ട് ഇത് സൂപ്പർ മാർക്കറ്റ് മുതൽ മാളുകൾ മുതൽ ചെറിയ B ക്ലാസ് C ക്ലാസ് പലചരക്ക് കടകളിൽ മുതൽ
നമ്മുടെ സ്റ്റേഷനറി കടകളിൽ വരെ എല്ലായിടത്തും ഒരുപോലെ വിൽക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് എയർ ഫ്രഷ്നർ കേക്ക്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് ദീർഘകാലം ഷെൽഫ് ലൈഫ് ഉണ്ട്. നമ്മൾ അതിനെ കൃത്യമായി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദീർഘകാലം ഈ ഉൽപ്പന്നം കേടുകൂടാതെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഉൽപ്പാദകന് ഇത് തിരിച്ചു വരും, അല്ലെങ്കിൽ ഇത് വിപണിയിൽ നിന്ന് റിട്ടേൺ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ഭീതി ഇതിനകത്ത് നിലനിൽക്കുന്നില്ല. അപ്പൊ ഇത്തരത്തില് കേരളത്തിൽ നമ്മുടെ വിദേശത്ത് നിന്നൊക്കെ മടങ്ങിയെത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ കേരളത്തിൽ സംരംഭം ആരംഭിക്കാൻ ഐഡിയകൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ചെറിയ മുതൽ മുടക്കിൽ ആരംഭിക്കാൻ കഴിയുന്ന ഒരു സംരംഭമാണ് എയർ ഫ്രഷ്നർ കേക്ക്. നമുക്കിതിന്റെ മാർക്കറ്റിംഗിലേക്ക് ഒന്ന് വരാം. മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ വിതരണക്കാരെ നിയമിച്ചുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് ഇതിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. കാരണം നമ്മളിത് ഓരോ കടകളിലും കൊണ്ടുകൊടുത്ത് വിൽക്കുക എന്നുള്ളത് ഒരു ഫീസിബിൾ ആയിട്ടുള്ള മോഡലല്ല. അപ്പൊ അതിന് പകരം ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഒരു നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഞാൻ എല്ലാ മീറ്റിങ്ങുകളിലും പറയാറുണ്ട്, നമ്മൾ മനോരമ, മാതൃഭൂമി, അതുപോലെ തന്നെ ദേശാഭിമാനിയോ ഒക്കെ പോലുള്ള മുഖ്യധാര പത്രങ്ങളിൽ ഒരു ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ നമുക്ക് ഇഷ്ടംപോലെ കോഴ്സ് വരും. അതിൽ നിന്നൊരു 10% പേരെങ്കിലും നമ്മുടെ വിതരണം ഏറ്റെടുക്കും. തുടർന്ന് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാതെ ഈ വിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ മാർക്കറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ നമ്മുടെ MSME സെക്ടറിലുള്ള ആളുകളുടെ ഒരു പ്രത്യേകത, ഒരിക്കലും ഒരു മാർക്കറ്റിംഗ് കുറച്ച് ആളുകളെയും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർമാരായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് മാർക്കറ്റിംഗ് അവസാനിപ്പിക്കും. പക്ഷെ പിന്നീട് നമ്മൾ താഴേക്ക് ആയിരിക്കും ആ ഗ്രാഫ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തുടർച്ചയായ മാർക്കറ്റിംഗ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതിൽ കോംബോ പാക്കുകൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, കാരണം ഇതിന് വലിയ നിർമ്മാണ ചെലവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ വിപണിയിൽ വാങ്ങുന്നത് എനിക്ക് തോന്നുന്ന നിർമ്മാണ ചെലവിന്റെ എത്രയോ ഇരട്ടിയാണ് MRP കൊടുത്ത് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉൽപ്പാദകന് ഇപ്പോൾ കൊടുക്കുന്ന വിലയ്ക്ക് ഒരു കോംബോ പാക്ക് വരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഉൽപ്പന്നമാണ് എയർ ഫ്രഷ്നർ കേക്ക്. നമുക്കിതിന്റെ നിർമ്മാണ രീതിയിലേക്കൊന്ന് വരാം. നിർമ്മാണ രീതിയിലേക്ക് വരുമ്പോൾ പാരാഡി ക്ലോറാബെൻസിൻ എന്ന് പറയുന്ന ഒരു പൗഡറാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു. പാരാഡി ക്ലോറാബെൻസിൻ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള പെർഫ്യൂം വേണം. പെർഫ്യൂം എന്ന് പറയുന്നത് ലാവൻഡർ ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമുക്ക് കൂടുതൽ ഈ ഉപയോഗത്തിന് അനുസൃതമായിട്ടുള്ള, കാരണം ചന്ദനത്തിരിയിൽ ഉപയോഗിക്കുന്ന പെർഫ്യൂം ആകരുത് നമ്മൾ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന സ്മെല്ലുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് ചില പ്രധാനമായിട്ട് ലാവൻഡർ പോലുള്ള പെർഫ്യൂംസുകളാണ് അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് കളർ വേണം, പച്ചയോ മഞ്ഞയോ ചുമപ്പോ കളറുകൾ, ചെറിയ കുറച്ച് കളറുകൾ, ഇൻഡസ്ട്രിയൽ കളറുകൾ. പിന്നെ നമുക്കിത് പാക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ജെലാറ്റിൻ പേപ്പർ, അതുകൂടാതെ ഡ്യൂപ്ലക്സ് കാർട്ടൺസ്. ഇതിനെ നമ്മൾ ചെറിയൊരു ചെറിയൊരു ബോക്സിനുള്ളിലാണ് കിട്ടുന്നത്. അതിനെ ഡ്യൂപ്ലക്സ് കാർട്ടൺസ് എന്ന് പറയും. ഇതുപോലുള്ള ഈ 4-5 ഐറ്റംസ് ആണ് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഈ റോ മെറ്റീരിയൽ എല്ലാം സുലഭമായിട്ട് നമുക്ക് ലഭ്യമാണ്. കേരളത്തിൽ ഇതിന്റെ വിതരണക്കാർ കുറവാണെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത് സുലഭമായി വാങ്ങുന്നതിനുള്ള അവസരം ലഭ്യമാണ്. നമുക്ക് ഇതിന്റെ നിർമ്മാണം നോക്കാം. നമ്മൾ ഈ പാരാഡി ക്ലോറാബെൻസിൻ പൗഡറിലേക്ക് അല്പം കളറും അല്പം നമ്മൾ അതിനാവശ്യമായിട്ടുള്ള പെർഫ്യൂം, ഏകദേശം എത്ര ml മതി, ഞാനത് കറക്റ്റ് നോക്കിയിട്ട് പറയാം, അത്ര ml കൂടെ ചേർത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കും. ഗ്ലൗസ് ഇട്ടിട്ട്, കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്ലൗസ് ഇട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതല്ല, കൂടുതൽ ഉൽപാദനം നടത്തുന്ന, ഇപ്പോൾ ഒരു ദിവസം 500 കിലോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒരു ബ്ലെൻഡിങ് മെഷീൻ, ഇതിനാവശ്യമായിട്ടുള്ള ബ്ലെൻഡിങ് മെഷീൻ വാങ്ങുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു മെഷീൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. 2 മെഷീൻ, ഒന്ന് നമുക്ക് ഇതിനെ റൗണ്ടിലോ അല്ലെങ്കിൽ സ്ക്വയർ രൂപത്തിലോ ഇതിനെ കേക്ക് ആക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എയർ ഫ്രഷ്നർ മാനുഫാക്ചറിങ് മെഷീനാണ് പ്രധാനമായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അതിന്റെ കപ്പാസിറ്റി 3 HP പവറാണ് ഇതിനാവശ്യമുള്ളത്. നമുക്ക് 5 HP ലോഡ് വരെ വീട്ടിൽ നിന്ന് എടുക്കാൻ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തൊരു സ്ഥലം അന്വേഷിക്കാതെ വീട്ടിലൊരു 100-300 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ തന്നെ നമുക്ക് ആദ്യം വേണമെങ്കിൽ ഈ വ്യവസായം ആരംഭിച്ച് മുന്നോട്ട് പോകുന്നതിനായിട്ട് കഴിയും. വീട്ടിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി നമ്മൾ ഉപയോഗിച്ചാൽ മതിയാവും. ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ പൗഡർ നമ്മുടെ കേക്ക് നിർമ്മാണ യന്ത്രത്തിൽ നമ്മൾ ഇതിനെ കേക്ക് ആക്കി മാറ്റുന്നു. ആ കേക്കിനെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ജെലാറ്റിൻ പേപ്പറിലേക്ക് പാക്ക് ചെയ്യുന്നു. ജെലാറ്റിൻ പേപ്പറിൽ പാക്ക് ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് പുറത്തേക്ക് ഇതിന്റെ സ്മെല്ലുകളും അതിന്റെ ആവിയായി പോയിട്ട് അവസാനം നമുക്ക് ഒട്ടും തന്നെ ഇതിനകത്ത് ഉൽപ്പന്നം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിൽ, ഇതിന് ബ്രീത്തിങ് ഇല്ലാത്ത തരത്തിലുള്ള പേപ്പറിൽ വേണം നമ്മൾ ഈ എയർ ഫ്രഷ്നർ കേക്ക് പാക്ക് ചെയ്യുന്നതിനായിട്ട്. അത് പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചില മനോഹരമായി പ്രിന്റ് ചെയ്തിട്ടുള്ള ഡ്യൂപ്ലക്സിന്റെ ചെറിയ ബോക്സുകളിലേക്ക്, അതിങ്ങനെ ഭിത്തിയിലേക്ക് തൂക്കിയിടുന്നതിന് പാകത്തിനുള്ള ചെറിയ ഹോൾസ് ഒക്കെയുള്ള പേപ്പറുകളിലാണ് വരുന്നത്. നിങ്ങൾക്കത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത്തരം പേപ്പറുകളിൽ പാക്ക് ചെയ്ത് നമുക്ക് വിപണിയിലേക്ക് എത്തിക്കാം. ഇനി ഇതിന്റെ വരവ് ചെലവ് കണക്ക് നമ്മൾ നോക്കുമ്പോഴും ഒരു 100 കിലോ നിർമ്മിക്കുന്നതിന് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് പാരാഡി ക്ലോറാബെൻസിൻ പൗഡറിന് 67 രൂപയാണ് 1 കിലോയുടെ വില വരുന്നത്. പിന്നെ നമുക്കിത് കൂടാതെ ഇതിന്റെ പെർഫ്യൂമിന് 1 ലിറ്ററിന് ഏകദേശം 1200 രൂപയ്ക്ക് വരുന്നുണ്ട്. പെർഫ്യൂം വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന റോ മെറ്റീരിയലിന്റെ വിലകൾ. നമ്മളൊരു 100 കിലോ
എയർ ഫ്രഷ്നർ കേക്ക് നിർമ്മിക്കുന്നതിന് 100 കിലോ തന്നെ നമുക്ക് പാരാഡിക്ലോറാബെൻസിൻ പൗഡർ 100 കിലോ വേണം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള അനുബന്ധ റോ മെറ്റീരിയൽ, അത് റോ മെറ്റീരിയൽ, പാക്കേജിങ്സ്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിൻ്റെ ആവശ്യമായിട്ടുള്ള ലേബർ, ഇതെല്ലാം കൂടെ ചേർത്താൽ 100 കിലോ നിർമ്മിക്കുന്നതിന് 13,150 രൂപ നമുക്ക് ചെലവ് വരും. അതായത് 131 രൂപ 50 പൈസയാണ് നമുക്ക് 1 കിലോ നിർമ്മിക്കുന്നതിനുള്ള ചെലവ്. 131 രൂപ 50 പൈസ 1 കിലോ കേക്ക് നിർമ്മിക്കുന്നത്. ഇത് 100 ഗ്രാമിന്റെ പാക്കിലാണ് വരുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ 100 ഗ്രാമിന്റെ പാക്കാണ് 10 പാക്കാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാവുക. ഇപ്പം വിപണിയിൽ ഇപ്പം വില കൂടിയിട്ടുണ്ട്. മുൻപ് 50 രൂപയായിരുന്നു, ഇപ്പം ഏകദേശം 55 രൂപ 60 രൂപയിലേക്ക് വില എത്തിയിട്ടുണ്ട്. 50 രൂപ MRP നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴും 32 രൂപ 50 പൈസയ്ക്ക് നമുക്ക് വിതരണക്കാർക്ക് കൊടുക്കുന്നതിനായിട്ട് കഴിയും. അപ്പോൾ 100 കിലോ നിർമ്മിക്കുമ്പോൾ 1000 കേക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ 1000 കേക്കുകൾക്ക് 32 രൂപ 50 പൈസ വെച്ച് നമുക്ക് കിട്ടിയാൽ 19,350 രൂപ നമ്മുടെ കയ്യിൽ കിട്ടും. നമ്മൾ മുടക്കിയിട്ടുള്ളത് 13,000 നമുക്ക് കിട്ടുന്നത് 1000 കേക്കുകൾ വിറ്റാൽ 32,500 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. 13,150 രൂപ നമ്മൾ മുടക്കിയിട്ടുണ്ട് ഇതിനായിട്ട്. അപ്പൊ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 19,350 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100 കിലോ വിറ്റഴിക്കുമ്പോൾ. ഇനി ഇത് അത്രയൊന്നും വേണ്ട, നമ്മൾ ഒരു 30 kg, മിനിമം ഒരു 30 kg നമുക്കൊരു ദിവസം, അതായത് 300 കേക്ക് നമുക്കൊരു ദിവസം വിറ്റഴിക്കാനായിട്ട് കഴിഞ്ഞാൽ ഏകദേശം 5,800 രൂപ 5,800 രൂപയുടെ അടുത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു മോഡലാണ്. വളരെ ചെറിയ മുതൽ മുടക്കിൽ വളരെ ചെറിയ മുതൽ മുടക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെഷീന് വിലയുണ്ട്, പക്ഷെ എങ്കിൽ പോലും വലിയൊരു ഇൻഡസ്ട്രി അല്ല, വലിയൊരു ടെക്നോളജി സപ്പോർട്ടോ ഒന്നും ഇതിന് ആവശ്യമില്ല. സ്ത്രീകൾക്ക് പോലും ഇതിന്റെ നിർമ്മാണവും വിതരണവും ഒക്കെ നടത്തുന്നതിനായിട്ട് കഴിയും. ഇനി ഇതിന്റെ യന്ത്രങ്ങളുടെ വില, അത്തരം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മെഷീന് വില 2,80,000 രൂപയും 18% ടാക്സും വരും. ഒരു മണിക്കൂർ 35 കിലോ, ഒരു മണിക്കൂർ 30 കിലോ വരെ ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് കഴിയും. അത്തരത്തിലുള്ള മെഷീന് 2,80,000 രൂപയാണ് വില വരുന്നത്. പിന്നെ ഇത് നമുക്ക് ഈ ജെലാറ്റിൻ പേപ്പർ സീൽ ചെയ്തെടുക്കുന്നതിന് ഒരു സീലിംഗ് മെഷീൻ, ഒരു 26,000 രൂപയുടെ സീലിംഗ് മെഷീനുമാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. പിന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒക്കെ നമുക്ക് രേഖപ്പെടുത്തുന്നതിന് ചെറിയൊരു സീലോ അല്ലെങ്കിൽ ഒരു 11,000 രൂപയുടെ ഒരു റിബൺ ബാച്ച് കോഡിംഗ് മെഷീനോ ഒക്കെ വാങ്ങിയാൽ മതിയാവും. അപ്പോൾ ഏകദേശം നമുക്കൊരു 3,10,000 രൂപയ്ക്കൊക്കെ നമുക്ക് ഇതിന്റെ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് ക്ലോസ് ചെയ്യാം. ഒരു 1,00,000 രൂപ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. 1,00,000 രൂപയ്ക്ക് ഏകദേശം 800 കിലോഗ്രാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും 1,00,000 രൂപയ്ക്ക്. അപ്പം അതിനുള്ള ഒരു റോ മെറ്റീരിയൽസ് എല്ലാം കൂടെ അടങ്ങുന്ന ഒരു വർക്കിംഗ് ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 4,00,000 രൂപ മുതൽ മുടക്കിൽ ഈ വ്യവസായം നമുക്ക് ആരംഭിക്കുന്നതിനായിട്ട് കഴിയും. ഇത് കൂടാതെ ഇതേ മെഷീനറി തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിന് ഡൈ മാത്രം മാറ്റി സെറ്റ് ചെയ്താൽ കർപ്പൂര നിർമ്മാണവും ഇതിനകത്ത് തന്നെ നടത്താം. നാഫ്തലിൻ ബോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ വാഷ് ബേസിനിലൊക്കെ ഉപയോഗിക്കുന്ന നാഫ്തലിൻ ബോളും ഇതേ മെഷീനിൽ തന്നെ നിർമ്മിച്ചെടുക്കാം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒറ്റ മെഷീൻ മതിയാവും. പ്രധാനമായിട്ട് നമുക്ക് മാറി അതായത് ഈ കർപ്പൂരത്തിന് ഇപ്പോൾ കുറച്ച് വിപണി കുറവാണെങ്കിലും നമുക്കറിയാം കർപ്പൂരത്തിന്റെ വിപണി വിഹിതത്തിന്റെ 90% കൈയാളുന്നത് തമിഴ്നാട്ടുകാരാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ കുറെ യൂണിറ്റുകളൊക്കെ കേരളത്തിൽ കർപ്പൂര നിർമ്മാണ യൂണിറ്റുകളൊക്കെ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറെ ആളുകളൊക്കെ തുടങ്ങിയിരുന്നു. അവർ നന്നായി പോയിരുന്നു. പക്ഷേ കൊറോണ കാലത്ത് ചെറിയ തിരിച്ചടികൾ അതിനുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നാഫ്തലിൻ ബോളും ഇതേ മെഷീനിൽ തന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ 3 വ്യവസായങ്ങൾ ഒറ്റ മെഷീനിൽ ചെയ്യാൻ കഴിയുന്ന അഡീഷണൽ 2 ഡൈ, നമുക്കൊരു 12,000-13,000 രൂപ ഉണ്ടെങ്കിൽ 2 ഡൈ കൂടെ വാങ്ങാൻ കഴിയും. ആ 13,000 രൂപ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വ്യവസായം ആരംഭിക്കുന്നതിനായിട്ട് കഴിയും. നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ ഈ ലൈവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആളുകൾ ക്വസ്റ്റ്യൻ ഇടാറുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് പ്ലേസ് ചെയ്തോളൂ. അപ്പോൾ എനിക്കിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മറുപടി പറഞ്ഞു പോകുന്നതിനായിട്ട് കഴിയും. മറ്റൊന്ന് നമുക്കിതിന്റെ ലൈസൻസിങ്ങുകളാണ്. ഒന്ന് ഇതിനാവശ്യമായിട്ടുള്ള ലൈസൻസ് ഉദ്യം രജിസ്ട്രേഷനാണ്. ഉദ്യം രജിസ്ട്രേഷൻ ഇപ്പോൾ ഓൺലൈനാണ്, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാം. രണ്ടാമതുള്ളത് നമുക്ക് ഇതിന് വേണ്ടത് GST രജിസ്ട്രേഷൻ ആവശ്യമാണ്. GST രജിസ്ട്രേഷൻ നമുക്ക് ഓൺലൈനാണ്, GST രജിസ്ട്രേഷൻ എടുക്കാം. മൂന്നാമത് നമുക്ക് ആവശ്യമുള്ളത് ഇതിന്റെ പാക്കേജിംഗ് ലൈസൻസ് ആണ്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പാക്കേജിംഗ് ലൈസൻസ്. വീട്ടിലാണ് ആരംഭിക്കുന്നതെങ്കിൽ നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് എക്സംപ്റ്റഡ് ആണ്. നാനോ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രിയുടെ പരിഗണനയിൽ നമുക്ക് പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസുകൾ ആവശ്യമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ലൈസൻസ് ആവശ്യമില്ല. പക്ഷേ നമ്മൾ പുറത്താണ്, വീടിന് പുറത്തൊരു സ്പേസ് എടുത്താണ് ഇത് ആരംഭിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ KSIFT, കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതും ഇപ്പോൾ ഓൺലൈനാണ്. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഈ ലൈസൻസ് എടുക്കാവുന്നതാണ്. അപ്പം ഇത്തരത്തിൽ നമുക്ക് വളരെ ചെറിയ മോഡലിൽ ആരംഭിക്കാൻ കഴിയുന്ന ഒരു വ്യവസായം ആണ് എയർ ഫ്രഷ്നർ അല്ലെങ്കിൽ കർപ്പൂരം, നാഫ്തലിൻ ബോൾ, 3 കൂടെ ചെയ്യാവുന്ന ഒരു ഇൻഡസ്ട്രി.
എയർ ഫ്രഷ്നർ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നു. ഇതിന്റെ കൂടുതൽ വരവ് ചെലവ് കണക്കുകളും വിവരങ്ങളും എല്ലാം അഗ്രോ പാർക്കിന്റെ വെബ്സൈറ്റിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വ്യവസായത്തെ കൂടുതൽ ട്രെയിനിങ് ലഭിക്കുക. ഇതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് ആവശ്യമില്ല, ട്രെയിനിങ് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഈ യന്ത്രം വാങ്ങുന്നതോടൊപ്പം യന്ത്രം ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന ആൾ തന്നെ അഗ്രോ പാർക്കിൽ നിന്ന് ഒരാൾ വരും. അവർ നിങ്ങൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഫ്രീ ആയിട്ട് തന്നെ ട്രെയിനിങ് തരുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ വ്യവസായ മോഡൽ എല്ലാവർക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് കരുതുന്നു. കേരളത്തിൽ ഈ വ്യവസായത്തിന് വലിയ സാധ്യത നിലവിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ സുഖമായിരിക്കാം, ഈ സമയത്ത് കൂടുതൽ സേഫായിരിക്കാം, യാത്രകൾ ഒഴിവാക്കാം, കൂടിച്ചേരലുകൾ ഒഴിവാക്കാം. ഈ കാലവും കടന്നു പോകും എന്നുള്ള പ്രതീക്ഷയിൽ ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് കേരളത്തെ ഈ മഹാമാരി കാലത്തിന് അപ്പുറമുള്ളൊരു പുതിയ കാലഘട്ടത്തിൽ കേരളത്തെ കൂടുതൽ സംരംഭക സൗഹൃദമാക്കണം, കേരളത്തെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്റ്റേറ്റ് ആക്കി മാറ്റണം. നമ്മുടെ ആളുകൾക്ക് ഇവിടെ തന്നെ തൊഴിൽ കിട്ടുന്ന ഒരു അവസരം നമുക്ക് പ്രദാനം ചെയ്യണം. അതിന് കൂട്ടായിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഹു ഈസ് പ്രൊവൈഡിംഗ് മിഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അഗ്രോ പാർക്കിന്റെ നമ്പർ നിങ്ങൾക്ക് ഈ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഉണ്ട്, ഇല്ലെങ്കിൽ ആഷ നിങ്ങൾക്കിപ്പം കമന്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ആ നമ്പറിൽ തന്നെ, അഗ്രോ പാർക്കിന്റെ നമ്പറിൽ തന്നെ മിഷനറി, ഇതിന് വേണ്ട മറ്റ് മിഷനറി മാത്രമല്ല, ഇതിന്റെ റോ മെറ്റീരിയൽസിന് വാങ്ങാനുള്ള കോൺടാക്റ്റുകൾ, ഇതിന്റെ പാക്കിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കാനുള്ള കോൺടാക്റ്റുകൾ, ഇതിനെല്ലാം ഉള്ള ഒരു വൺ പോയിന്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് ഞങ്ങൾ ഈ പറയുന്ന എല്ലാ പ്രോജക്റ്റിനും അതിൻ്റെ A to Z എല്ലാ കാര്യങ്ങളും, നിങ്ങൾ വേറെ ആരെയും അതിനുവേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും അതിന്റെ പർച്ചേസ് പോയിന്റിൽ നിന്ന് തന്നെ വാങ്ങുന്നതിനുള്ള ഏർപ്പാട്, അതിന്റെ മാനുഫാക്ചറിങ് പോയിന്റിൽ നിന്ന് തന്നെ വാങ്ങുന്നതിനുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കട്ടെ. നമുക്ക് അഗ്രോ പാർക്ക് പ്രൊവൈഡ് ദ മിഷനറീസ്. അഗ്രോ പാർക്ക് മിഷനറി അഗ്രോ പാർക്കിലുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു മിഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അഗ്രോ പാർക്കിൽ മിഷൻ ഉണ്ട്, നമുക്ക് എടുക്കാം. മിഷൻ ബ്ലെൻഡിങ് മാത്രമാണോ അതോ പാക്കിംഗ് ഉൾപ്പെടെയാണോ ചെയ്യുന്നത്? ഈ മിഷൻ ചെയ്യുന്നത് ബ്ലെൻഡിങ് അല്ല. മിഷൻ ചെയ്യുന്നത് അതിനെ കേക്ക് ആക്കി മാറ്റുകയാണ്. നമ്മൾ ഈ പൗഡർ ബ്ലെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഇതിന് ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ചാൽ വലിയ ബ്ലെൻഡിംഗ് ഒന്നും ആവശ്യമില്ല. ഇതിന് നമ്മളൊന്ന് ചെറുതായിട്ട് നമ്മൾ ഒന്ന് കൈകൊണ്ട് തന്നെ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഈ മെഷീന്റെ ഓപ്പറിൽ നമ്മൾ ഈ പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നിശ്ചിത വലിപ്പത്തിലും അളവിലുമുള്ള കേക്ക് ആക്കി പുറത്തേക്ക് തരുന്നതാണ് ഈ മെഷീൻ ചെയ്യുന്ന ജോലി. ബ്ലെൻഡിങ്ങിന് വേണമെങ്കിൽ നമ്മൾ വേറെ മെഷീൻ എടുക്കേണ്ടത് വരും. അതിന് ഏകദേശം ഒരു 35,000-40,000 രൂപയാണ് ആ ബ്ലെൻഡിങ്ങിന്റെ മെഷീന്റെ വില വരുന്നത്. അതുപോലെ തന്നെ പാക്ക് ചെയ്യുന്നത് നമ്മളൊരു ബാൻഡ് സീലറിലാണ്. അതിന് 26,000 രൂപയ്ക്കാണ് ആ ബാൻഡ് സീലറിന്റെ വില വരുന്നത്. അത് സെപ്പറേറ്റ് നമ്മൾ ഈ കേക്ക് പുറത്ത് വന്നതിന് ശേഷം ജലാറ്റിൻ പേപ്പറിന്റെ ഉള്ളിൽ നിറച്ചിട്ടാണ് സീൽ ചെയ്തെടുക്കുന്നത്. അഗ്രോ പാർക്കിന്റെ നമ്പർ ഇതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ നമ്പർ എടുക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ നമ്പറുണ്ട്. തുടർന്നും നമുക്ക് അടുത്തൊരു ദിവസം പുതിയ ഒരു പദ്ധതിയുടെ, ഇതുപോലെ കേരളത്തിൽ സാധ്യതയുള്ള ഒരു പദ്ധതിയുടെ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിരിക്കട്ടെ. ട്രെയിനിങ് ലഭിക്കാനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ട്രെയിനിങ് ഞാൻ പറഞ്ഞു, ട്രെയിനിങ് ഫ്രീ ആണ്. ട്രെയിനിങ് നിങ്ങൾക്ക് മിഷനറി വാങ്ങുന്ന ആളുകൾക്ക് അതിനോടൊപ്പം ഫ്രീ ആയിട്ട് തന്നെ ട്രെയിനിങ് തരും. റെക്കോർഡ് ഫോർ ദ വീഡിയോ ക്യാൻ ഇത് നമുക്ക് ഫേസ്ബുക്ക് പേജിലും നമ്മുടെ യൂട്യൂബ് ചാനലിലും ഒക്കെ ഈ വീഡിയോ വീണ്ടും അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട്. ഈ ചാനലിൽ തന്നെ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഉണ്ടാവും. അതുകൂടാതെ അഗ്രോ പാർക്കിന്റെ യൂട്യൂബ് ചാനലിലും ഈ വീഡിയോ വീണ്ടും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു.